സ്നേഹമുള്ളവരെ, അടുത്ത കാലത്തായി RSSൻ്റെ ഒരു പ്രചാരകനായ TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി സഭയ്ക്കെതിരെ നിരന്തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആരോപണം ഇതാണ്: സഭ മിഷണറിമാർ ചെയ്യുന്ന വിദ്യാഭ്യാസം വെറും കച്ചവട താല്പര്യത്തിനുള്ളതായിരുന്നു. കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ നടത്തുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതിൻ്റെ അതിൽ ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ശരിയാണോ അല്ലയോ, വസ്തുതാവിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു RSSനെ ഭാഗികമായി അനുകൂലിക്കുന്ന ആളാണ്. പക്ഷേ ഈ TG മോഹൻദാസ് മുതലായ സിനുജി ഇതുപോലെയുള്ള കുറേ രാമചന്ദ്രൻ കുറേ RSS അനുഭാവികളുടെ പ്രസംഗം കേട്ടിട്ട് സംഘടനയോട് തന്നെ എനിക്ക് ദേഷ്യം തോന്നി തുടങ്ങി. എന്താണ് RSSനെ അനുകൂലിക്കുന്ന ഘടകം? ഞാൻ ഒരു രാജ്യം വികസിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ കൾച്ചറൽ റൂട്ട്സിൽ നിന്ന് മാത്രമേ ആ രാജ്യത്തെ വികസിപ്പിക്കാൻ പറ്റൂ എന്നതാണ് RSSൻ്റെ പ്രധാന വാദം. ആ വാദത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ RSSൻ്റെ രണ്ടാമത്തെ വാദം എന്താണെന്നറിയോ? ആ കൾച്ചറൽ റൂട്ട്സിൽ നന്മ മാത്രമുള്ളൂ, തിന്മയില്ല. എന്നാൽ എൻ്റെ വാദം അങ്ങനെയല്ല. ലോകത്തിലെ ഏത് രാജ്യത്തെ സാംസ്കാരിക റൂട്ടിലും വേരിലും നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ RSSൻ്റെ വാദം ഇതാണ്: ലോകത്തിലുള്ളതെല്ലാം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പുറത്തുള്ള യാതൊരു ചിന്തയുടെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. ഈ രണ്ടിനെയും ഞാൻ നഖശിഖാന്തം എതിർക്കുന്ന ആളാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇന്ത്യൻ റൂട്ട്സിൽ നിന്ന് മാത്രമേ ഇന്ത്യക്ക് വികസിക്കാൻ പറ്റുള്ളൂ എന്ന വാദത്തിൽ വിശ്വസിക്കുന്ന ഞാൻ ഈ TG മോഹൻദാസിൻ്റെയൊക്കെ പ്രസംഗം കേട്ടാൽ ഇത്രയും സബ്സ്റ്റാൻഡേർഡ് ആൾക്കാരെയാണല്ലോ അവരുടെ ആശയപ്രചരണത്തിന് ഉപയോഗിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു റീൽസ് ഞാൻ കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്ക വലിയ ആയുധ കച്ചവടക്കാരാണ്. ആയുധം കച്ചവടം നടത്താൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വഴക്കിടിച്ചിട്ട് അവിടെ ആയുധം വെക്കുന്ന ടീമാണ് അമേരിക്ക. ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് കൊടുത്തു, ഉക്രൈന് കൊടുത്തുകൊണ്ടിരിക്കുന്നു, രണ്ടുപേർക്കും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൂടാതെ ഇസ്രായേലിനെ സംരക്ഷിക്കാനായിട്ട് ചെങ്കടലിൽ അവിടെ ഇവിടെയൊക്കെ വിമാനവാഹിനി, കപ്പൽ, മിസൈൽ അതെല്ലാം കൊണ്ടുപോയിട്ടിരിക്കുന്നു. ഇനി അമേരിക്കയുടെ കയ്യിൽ വിൽക്കാൻ സ്റ്റോക്കില്ല. അവർക്ക് ആവശ്യമുള്ള ആയുധം അവിടെ, പക്ഷെ എക്സ്ട്രാ വിൽക്കണ്ടേ, അതിനില്ല. പ്രൈമറി എക്യുപ്മെന്റ്സ് ഇല്ല, തോക്കുണ്ട്, ഉണ്ടയില്ല. 150 mm എന്താ അതിന് പറയുന്നത്, ടെക്നിക്കൽ ഇതുണ്ട്. ഈ സാധനങ്ങളൊന്നും അമേരിക്ക എടുക്കില്ല. ഇതിന്റെ ഓഫർ നമ്മൾ കൊടുത്തു, ചേട്ടന് വേണമെങ്കിൽ ഞാൻ സാധനം തരാം, ഇസ്രായേലിന് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത് നല്ലത്. ഈ മോദി ആരാ മോൻ? ഈ ട്രംപ് ആയുധ കച്ചവടക്കാരനാണല്ലോ. ട്രംപ് ആയുധം വിറ്റ് ഇപ്പോൾ ട്രംപിൻ്റെ കയ്യിൽ ആയുധമുണ്ട്, തോക്കുണ്ട്, ഉണ്ടയില്ല. ഏത് ട്രംപിൻ്റെ കയ്യിൽ, ഇസ്രായേലിൻ്റെ കയ്യിലൊന്നും ഒക്കെ ആയുധമുണ്ട്, അതിനിടാനുള്ള ഉണ്ടയില്ല. അപ്പം അതുകൊണ്ട് മോദിജി എന്ത് ചെയ്തു? മോദിജി ആരാ സൂത്രക്കാരൻ? മോദിജി ട്രംപിനോട് പറഞ്ഞു, തൻ്റെ കയ്യിൽ ആയുധമില്ലേ, ഉണ്ട ഞാൻ തരാം. അങ്ങനെ ഇന്ത്യ ഉണ്ട കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മോദി ട്രംപിന് ഉണ്ട വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എപ്പിസോഡിൻ്റെ അടിയിൽ ജയ് ശ്രീറാം, ജയ് ഹനുമാൻജി, ഇന്ത്യ വിജയിക്കട്ടെ. ഏത്? ട്രംപിന് മോഡി ഉണ്ട വിൽക്കണം. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഈ മിലിറ്ററി ഇൻഡസ്ട്രിയുടെ അകത്ത് ട്രംപിന് ആവശ്യമുള്ള വെടിയുണ്ട സപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയോ? അമേരിക്കയിൽ ആ ഉണ്ട ഉണ്ടാക്കാൻ 100 രൂപ വരും, ഇന്ത്യയിൽ ആ ഉണ്ട ഉണ്ടാക്കാൻ 25 രൂപ വരും. അപ്പോൾ ട്രംപ് എന്ത് ചെയ്യും? ഒരു കരാറ് കൊടുക്കും, 50 രൂപയ്ക്ക് മേടിച്ചോളാന്ന്. അപ്പം നമുക്ക് 25 രൂപ ലാഭം, ട്രംപിന് 50 രൂപ ലാഭം. അല്ലാണ്ട് ഉണ്ട ഉണ്ടാക്കാൻ അറിയാണ്ടല്ല ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഉണ്ട മേടിക്കണേ എന്ന് ഈ ഉണ്ടയ്ക്ക് അറിയില്ലേ.
ഇതുപോലത്തെ പൊട്ടത്തരങ്ങളിൽ ഒരു പൊട്ടത്തരാണ്, വേറൊരു പൊട്ടത്തരാണ് ആൾ എഴുതി വെച്ചത്. ഒരു ഫേസ്ബുക്കിൽ ആളൊരു കമൻ്റ് ഇടുകയാണ്, ഫുട്ബോൾ കളിക്കാരനായ എംബാപ്പയെ കണ്ടാൽ ഇരുട്ടാണ്, രാത്രി എങ്ങാനും പിള്ളേർ അദ്ദേഹത്തെ കണ്ടാൽ ഭൂതം വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ചോടി പോകും. ഞാൻ വിചാരിച്ചു പാരീസിലുള്ളവരെല്ലാവരും വെളുത്തവരാകുമെന്ന്. ഇതൊരു കറമ്പൻ. ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളത് അതേപടി വായിച്ചാൽ മതി. അപ്പോൾ കറുപ്പിനോടുള്ള ഒരു വെറുപ്പ് ആളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരികയാണ്. അതെന്തുകൊണ്ടാണ് ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റിൽ അങ്ങനെ ഒരു കറുപ്പിനെ അവഹേളിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ എൻ്റെ തന്നെ ഇതിൻ്റെ അടിയിൽ ചിലർ എഴുതുന്നുണ്ട് പല്ലൻ, തീട്ടംകോരി, ഇതൊക്കെയാണ് ഓരോരുത്തർ എൻ്റെ എപ്പിസോഡിൻ്റെ അടിയിൽ എഴുതുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? തീട്ടം കോരുന്ന ജോലി അതൊരു മോശം ജോലിയാണെന്ന് ഇന്ത്യയുടെ വേരുകളിൽ എഴുതി വച്ചിരിക്കുകയാണ്. നിങ്ങൾ ഋഗ്വേദം വായിക്കുകയാണെങ്കിൽ ആ ഋഗ്വേദത്തിൽ കറുത്ത തൊലിയെ അന്ധകാരത്തിന് തുല്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൽ ചില നല്ലത് സ്വീകരിക്കാനുണ്ടെങ്കിൽ തള്ളിക്കളയാൻ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യയുടെ കൾച്ചറൽ റൂട്ടിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അപ്പോൾ കറുത്ത തൊലിയെ അന്ധകാരമായി കാണുന്ന ഋഗ്വേദിക് 5000, 10000, 70,000 കൊല്ലം മുമ്പുള്ള ഈ വൃത്തികേടാണ് ഇന്നും ഇവരുടെ വായന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നുകൊണ്ടിരിക്കുന്നത്. യേശു പറഞ്ഞ പോലെ ഹൃദയം നിറഞ്ഞ് അതരം കവിയുന്നു എന്നല്ല, യേശുവിനെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. സംസ്കാരത്തിൻ്റെ നിറവിൽ നിന്നാണ് വായിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. വെറും ഹൃദയമല്ല, ആ ഹൃദയം രൂപം കൊള്ളുന്നത് സംസ്കാരത്തിൽ നിന്നാണ്. പ്രിയമുള്ളവർ, ഈ TGയുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമാണ് ഈ മിഷണറിമാരൊക്കെ കച്ചവടക്കാരാണ്. അവർ സ്കൂൾ തുടങ്ങുന്നത് കച്ചവടം നടത്താനാണ്. പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ സ്കൂളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് 1845 50 ഇടയിലൊക്കെ മാന്നാനത്ത് ആർപ്പൂക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചാവറയച്ചൻ ഈ അധകൃതർക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ കൊടുത്തിട്ടുണ്ട്. സ്കൂളുകൾ ആരംഭിച്ചിട്ട് അവിടെ അവരെ പഠിക്കാൻ കൊണ്ടുവരും. അപ്പോൾ എന്തിനാണ് അധകൃതർക്ക് സ്കൂള്? അയിത്തം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഞാൻ ഒരിക്കൽ ആദിവാസികളെ, എൻ്റെ PhD ആദിവാസികളെ കുറിച്ച്, അങ്ങനെ ഞാൻ അതിലെഴുതിയിട്ടുള്ളത് 350 വീട്ടിൽ കയറി ഇറങ്ങിയെന്നാണ്. പക്ഷെ ഞാൻ ശരിക്കും 1000 വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഈ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുറിച്യൻ, അവൻ സർക്കാർ ജോലിക്കാരൻ, എന്നോട് പറയുക, എൻ്റെ സാറെ, വലിയ ബഹുമാനം അവർക്ക് നമ്മളോട്, എൻ്റെ സാറെ, ഞങ്ങൾ എന്തുകൊണ്ടാണ് സ്കൂളിൽ പഠിക്കാഞ്ഞത്? പണിയൻ, കുറിച്യൻ പണിയനെ തൊട്ടാൽ അയിത്താണ്, പണിയൻ വേറൊരുത്തനെ തൊട്ടാൽ അയിത്തമാണ്, പണിയൻ വേറൊരാളെ തൊട്ടാൽ 7 പ്രാവശ്യം കുളിക്കാതെ അകത്ത് കയറില്ലേ? അങ്ങനെയുള്ള ഞങ്ങളെ എങ്ങനെയാണ് ഒരു ബെഞ്ചുമ കൂട്ടിമുട്ടിയിരിക്കുക? അപ്പോൾ അയിത്തമുള്ളിടത്ത് വ്യത്യസ്ത ജാതികൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള സ്കൂളുണ്ടാക്കാൻ പറ്റില്ലേ? അതുകൊണ്ടാണ് ഇന്ത്യയിലെ സാധാരണക്കാരന് വിദ്യാഭ്യാസം കിട്ടാഞ്ഞ്. അതിനെ വിപ്ലവമാണ് മിഷണറിമാർ വരുത്തിയത്. അതാണ് ചാവറയച്ചനെ പോലുള്ളവർ ചെയ്തത്. പക്ഷെ പ്രിയമുള്ളവരെ, ചാവറയച്ചന് സ്കൂൾ തുടങ്ങണമെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പുസ്തകം വേണ്ടേ? പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ ലിപി വേണ്ടേ? ലിപി വേണമെന്നുണ്ടെങ്കിൽ എഴുത്ത് വേണ്ടേ? അച്ചടിയന്ത്രം വേണ്ടേ? അപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയും ഹെർമൻ ഗുണ്ടർട്ടും അർണോസ് പാതിരിയും ഒക്കെ ഇവിടെ ചെയ്തത് ഈ പണികളാണ്. അവർക്ക് അതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. കാരണം നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടുക കാശുണ്ടാകുമ്പോഴാണോ? അത് ഇവർ പലരും എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പം മോദി പറയുണ്ടായി എന്തെന്ന്, നിങ്ങളാരും സ്വർണം വാങ്ങരുത്, സ്വർണം വാങ്ങിയാൽ പണം മുഴുവൻ ഇന്ത്യയിൽ നിന്ന് നാട്ടിലേക്ക് പോകും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണമുള്ള രാജ്യം ഇന്ത്യയാണ്. എന്തുകൊണ്ടങ്ങനെ? അതും ഇന്ത്യയുടെ സാംസ്കാരിക പേരിൽ നിന്ന് വരുന്നതാണ്. ലക്ഷ്മി സ്വർണം തരില്ല, ലക്ഷ്മി തന്നെ സ്വർണ്ണമാണ്. സ്വർണത്തെ പൂജിക്കണം, അപ്പോഴാണ് സ്വർണം ഉണ്ടാവുക. അതിന് ഓസ്പീഷ്യസ്,
അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങിച്ചാൽ ഇഷ്ടം പോലെ സ്വർണം ഉണ്ടാവും. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഇന്ത്യയുടെ ഋഗ്വേദം തൊട്ടുള്ള ഇതിൽ കിടപ്പുണ്ട്, സ്വർണം ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് 1 ഗ്രാം സ്വർണ്ണമെങ്കിലും ഇല്ലെങ്കിൽ ഒരു നല്ല ഇന്ത്യക്കാരന് ഉറക്കം വരില്ലേ? ഈ സംസ്കാരത്തിൽ ക്രിസ്ത്യാനികളും പങ്കാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ബെഞ്ചമിൻ ബെയ്ലിയും ഹെർമൻ ഗുണ്ടർട്ടും ഒക്കെ ഇരുന്ന് അച്ചടി ഇതുണ്ടാക്കുകയും എഴുതുകയും വായിക്കുകയും ചെയ്യാനായിട്ട് പരിശീലിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഒരു വിപ്ലവകരമായ മാറ്റമാണ് ചാവറയച്ചൻ ചെയ്തത്. പ്രിയമുള്ളവരെ, തൃശ്ശൂർ ഞങ്ങൾ സെൻറ് തോമസ് സ്കൂളും കോളേജും തുടങ്ങുന്നത് 1889 അങ്ങനെ 1880 തുടങ്ങാൻ തൃശ്ശൂർ ഇത്രയധികം സ്കൂൾ വരാനുള്ള കാരണം എന്താ? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതിൽ ഞങ്ങളൊക്കെ പങ്കാളികളാണ്. അതായത് ചാവറയച്ചൻ തൃശ്ശൂർ എൽത്തുരുത്തിൽ വന്ന് താമസാക്കി. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു അപ്പാപ്പൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, ഭാര്യ മരിച്ചു. അദ്ദേഹത്തിന് 10-200 ഏക്കർ പാടവും അതും ഇതൊക്കെ ഉണ്ട്. അദ്ദേഹം തന്നെ 2 മക്കളെ വിളിച്ചു. ആ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഭാര്യയില്ല, നിങ്ങളൊക്കെ വലുതായി, കല്യാണം കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാം. സ്വത്ത് 3ആയി പങ്കുവയ്ക്കുന്നു. ഞാൻ ഒരു ഓഹരിയുമായിട്ട് എൽത്തുരുത്തിൽ പോയിട്ട് ചാവറയച്ചനെ ശുശ്രൂഷിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അത് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എൽത്തുരുത്തിൽ പോയാൽ കാണാം, അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇന്ന വീട്ടിലത്തെ ഇന്ന വ്യക്തി ചാവറയച്ചനെ ശുശ്രൂഷിക്കാൻ ഇവിടെ വന്ന് താമസിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ ആ പള്ളിയുടെ അകത്തൊരു ഫലകമുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ആ ഒരു വ്യക്തിയുടെ കുടുംബം തന്നെ, എന്നുവെച്ചാൽ എൻ്റെ അപ്പാപ്പന്മാരുടെ കുടുംബമാണ് ഈ പറയുന്നത്, ഒരു 50 ഏക്കർ സ്ഥലം സ്കൂൾ തുടങ്ങാനായിട്ട് കൊടുക്കുകയാണ്. അതിന് വിളിക്കുന്ന പേരാണ് ചാവറ ഇഫക്റ്റ്. അപ്പം ചാവറയച്ചൻ മാന്നാനത്ത് ഒരു സ്കൂൾ തുടങ്ങിയത് കൊണ്ട് നല്ല സ്കൂളുണ്ടായേ. അതും മനസ്സിലാക്കിയ ആ പ്രദേശത്തുള്ള സീറോ മലബാർ ക്രൈസ്തവർ എന്ത് ചെയ്തു? അവരുടെ സമ്പത്ത് എടുത്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഈ TGയുടെ പിതാമഹന്മാർ ഈ സമയത്ത് എന്താ ചെയ്തിരുന്നത്? അത് നിങ്ങൾ രാവണപ്രഭു സിനിമ കണ്ടാൽ മതി. രാവണപ്രഭു സിനിമയിൽ കാർത്തികേയൻ എന്ത് ചെയ്യുന്നുണ്ട്? കാർത്തികേയൻ ഈ മോഹൻലാലിൻ്റെ കഥാപാത്രം എന്ത് ചെയ്യുന്നുണ്ട്? അത് കഴിഞ്ഞ് കാശില്ലാണ്ടായപ്പോൾ അപ്പുറത്തുള്ള വാര്യരെ 10 ഏക്കർ സ്ഥലം വിറ്റോ. അതാണ് എളംകുളം കുഞ്ഞമ്പിള്ള എഴുതി വെച്ചത്. അതിൻ്റെ എളംകുളം കുഞ്ഞമ്പിള്ള പറഞ്ഞ കൃത്യമായ വാചകങ്ങൾ പറഞ്ഞാൽ എൻ്റെ നാവ് പുഴുത്തു പോകും. ആ സമയത്ത് പ്രിയമുള്ളവരെ, ഞങ്ങളെപ്പോലുള്ള കുടുംബക്കാർ എന്ത് ചെയ്തു? ഈ സമ്പത്ത് മുഴുവൻ പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അത് സ്കൂളുകളാക്കി മാറ്റുകയാണ്. നിങ്ങൾ ചോദിച്ചു നോക്ക്, മണലൂര് ഗവൺമെൻറ് സ്കൂൾ എവിടെ നിന്നാണ് ഉണ്ടായത്? മണലൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് സ്കൂൾ, ആ പള്ളി എവിടെ നിന്നാണ് ഉണ്ടായത്? അപ്പോൾ അവിടുത്തെ ചില കുടുംബക്കാരുടെ പേര് പറയും. അതേപോലെ മാന്നാനത്ത് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കോട്ടയം ജില്ലയിൽ എങ്ങനെ പരിശോധിച്ച് നോക്ക്. അവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരുണ്ട്, TGയുടെ പോലത്തെ ആൾക്കാരല്ലേ. അതായത് മിഷണറിമാരെ സ്ഥലവും കാശും ഏൽപ്പിച്ചാൽ അവർ പൊതുനന്മയിലേക്ക് ഇതിനെ മാറ്റുമെന്ന് ഉറപ്പുള്ള ഹൈന്ദവർ ആ സമ്പത്ത് കൊടുത്തിട്ടുള്ളവരുണ്ട്. അവരെ ഞാൻ അക്നോളജ് ചെയ്യണം, നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെയാണ് പ്രിയമുള്ളവരെ 19-ാം നൂറ്റാണ്ടിൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു അടിത്തറ ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ക്രൈസ്തവർ ഇവിടെ ഉണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസം എന്ന് പറയണത് പലരുടെയും ധാരണ ഇത് ബൈബിളിൽ എഴുതിയിട്ടുള്ള വിദ്യാഭ്യാസമാണെന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിക്ക് നൽകാനായിട്ട് ക്രിസ്തു മാത്രമേയുള്ളൂ. ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ക്രിസ്തുവിനെ തരാം. അപ്പോൾ വിദ്യാഭ്യാസം അതൊക്കെ ക്രിസ്തുവിന് മുമ്പ് BC 350 അരിസ്റ്റോട്ടിൽ എഴുതി വെച്ച നയാണ് ഇപ്പോഴും നടപ്പിലാക്കണേ. ആ പുസ്തകമൊന്നും വായിക്കാത്തതുകൊണ്ട് സ്കൂളിൽ നിന്ന് അതൊക്കെ പോയി. നിങ്ങൾ അരിസ്റ്റോട്ടലിൻ്റെ പുസ്തകം 350 രൂപ കൊടുത്ത് പൊളിറ്റിക്സ് എന്ന പുസ്തകം വാങ്ങിക്കുക. അതിൻ്റെ 7-ാം അധ്യായം തുറന്നു നോക്കുക. അപ്പോൾ സ്കൂളിൽ എന്തൊക്കെ വേണം? എഴുതാൻ പഠിപ്പിക്കണം, വായിക്കാൻ പഠിപ്പിക്കണം, തുന്നൽ പഠിപ്പിക്കണം, മ്യൂസിക് പഠിപ്പിക്കണം, എല്ലാ കുട്ടികളെയും സ്പോർട്സ് പഠിപ്പിക്കണം. ഇതാണ്
അപ്പോൾ എഴുത്ത്, വായന, മ്യൂസിക്, തുന്നൽ, ക്രാഫ്റ്റ്, സ്പോർട്സ്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികൾ അതാണ് നിങ്ങൾ കൊണ്ടുവന്ന് തന്നത്. അതാണ് ഇന്ത്യക്ക് കൊടുത്ത വിദ്യാഭ്യാസത്തിൻ്റെ പാറ്റേൺ. അതായത് ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനെ മാത്രമേ തരാനുള്ളൂ, ബാക്കിയെല്ലാം ലോകത്തിൽ ഇന്ത്യയിൽ കണ്ട അത് എടുക്കും. നല്ല ഒരു പൂമ്പാറ്റയെ പോലെയാണ് ക്രിസ്തു മതം എന്നാണ് ഒരിക്കലും MGS നാരായണൻ പറഞ്ഞത്. എവിടെ ചെന്നാലും ഈ ഒരു പൂമ്പാറ്റ വിഷമുള്ള പൂവിലിരുന്നാലും അതിൽ നിന്ന് തേൻ മാത്രം ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് കൂട്ടിൽ വയ്ക്കും. ആണ് ഈ തേനീച്ച ചെയ്യണേ. അപ്പോൾ ഈ പൂമ്പാറ്റയും തേനീച്ചയും ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾ ചെയ്യണേ, അല്ലാണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ ഒന്നുമില്ലേ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് എന്തുണ്ടായി? ക്രിസ്ത്യാനീനെ ചീത്ത പറഞ്ഞ് സ്കൂളിൽ മ്യൂസിക്കില്ല, സ്കൂളിൽ തുന്നലില്ല, സ്കൂളിൽ മറ്റേതൊക്കെ ഒരു പീരീഡ് കമ്പൽസറി ആയിട്ട് വെയിലത്ത് നിന്ന് കൈ പൊക്കുക, കൈ ഇങ്ങോട്ട് വയ്ക്കുക, കൈ താഴ്ത്തേക്ക് വയ്ക്കുക, ഇതായിരുന്നു പണി. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആരോഗ്യമുണ്ട്? ഇല്ല. എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ചില വിദ്യാഭ്യാസ മന്ത്രിമാർ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിയമസഭയിൽ പ്രസംഗിക്കണേ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. അന്ന് അരിസ്റ്റോട്ടിൽ എഴുതി വെച്ച മിഷണറിമാർ നടപ്പിലാക്കിയ അക്ഷരം പഠിപ്പിക്കുക എന്ന ആ പ്രക്രിയ 10-25 കൊല്ലം കേരളത്തിലുണ്ടായില്ലേ? അപ്പോൾ C. രവീന്ദ്രനാഥ് ഇവിടുത്തെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവിടെ എഴുത്തും വായനയും പഠിപ്പിക്കണില്ല സ്കൂളിൽ നിന്ന്. അവസാനം ഒരു തലമുറ മുഴുവൻ നശിച്ചപ്പോൾ പഴയ മിഷണറി ചൈതന്യം നിലവിലുള്ള ഒരു വൈദികനുണ്ട് പാലായിൽ. അദ്ദേഹത്തിൻ്റെ പേരാണ് തോമസ് മൂലയിൽ. അദ്ദേഹം കണ്ടെത്തി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് MA വരുമ്പോഴും MSc വരുമ്പോഴും PhD വരുമ്പോഴൊക്കെ ബുദ്ധിയില്ലാണ്ട് അതും ഇതൊക്കെ എഴുതി വയ്ക്കുന്നതിൻ്റെ കാരണം മാതൃഭാഷയിൽ എഴുത്ത്, വായന, ലിപി ഇതൊന്നും അവർ പഠിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഭുവനചന്ദ്രൻ നായർ, കാരശ്ശേരി എന്നിവരൊക്കെ കൂട്ടി ലേഖനങ്ങൾ എഴുതി മന്ത്രി ശിവൻകുട്ടിയുടെ അടുത്ത് പോയി VS ജോയി എന്ന് പറയുന്ന ഒരു സെക്രട്ടറിയുടെ സഹായത്തോടെ ഞാൻ ആലോചിക്കുക, ഈ ശിവൻകുട്ടിയോട് എന്തെല്ലാം എതിരഭിപ്രായം ഉണ്ടായാലും ബുദ്ധിയുള്ളവർ പറഞ്ഞാൽ കേൾക്കാനുള്ളൊരു ബുദ്ധി അദ്ദേഹത്തിനുണ്ടായി. ഈ സവർണനായ രവീന്ദ്രനാഥൻ കർത്തയ്ക്കില്ലാത്ത ബുദ്ധി ഒന്നിനും കൊള്ളാത്ത ഈ ശിവൻകുട്ടി നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ 2-4 കൊല്ലമായിട്ട് എഴുത്തും വായനയും നടക്കണേ. അപ്പം മിഷനറിമാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസത്തെ TGയുടെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും അതിനെ തകർത്തില്ലാതാക്കി നശിപ്പിച്ച് കളയുക ചെയ്തത്. അപ്പോൾ പ്രിയമുള്ളവരെ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ ഡോക്ടർ പൽപ്പു എങ്ങനെയാണ് പഠിച്ചത്? ഡോക്ടർ പൽപ്പുവിനെ കേരളത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നിഷേധിച്ചതാണ്. അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളാണ് പഠിപ്പിച്ചുണ്ടാക്കിയെടുത്തത്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് SNDP യോഗം ആരംഭിക്കണേ. ഡോക്ടർ അംബേദ്കർ പറയുന്നൊരു വാചകം എന്താണെന്നറിയോ? കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയപ്പോഴാണ് ഞാനൊരു മനുഷ്യനാണെന്ന് മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഈ സായിപ്പന്മാരെ 24 മണിക്കൂറും ചീത്ത പറഞ്ഞതുകൊണ്ടൊന്നും ഇന്ത്യയിൽ അരി വേവില്ല എന്ന് മനസ്സിലാക്കുക. ഇനി എയ്ഡഡ് കോളേജിൻ്റെ കാര്യം, സ്കൂളിൻ്റെ കാര്യം പറയാം. പ്രിയമുള്ളവർ, എങ്ങനെയാണ് അദ്ദേഹം TG മോഹൻദാസ് പറയുന്നത്? എയ്ഡഡ് സ്കൂളിലെ ശമ്പളം മുഴുവൻ കൊടുക്കുന്നത് ആരാണ്? എയ്ഡഡ് സ്കൂളിലെ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇതല്ലേ അച്ഛന്മാരെ വാങ്ങിച്ചെടുക്കുന്നത്? പ്രിയമുള്ളവരെ, എയ്ഡഡ് സ്കൂൾ വരുന്നതിന് മുമ്പ് ഇവിടെ സ്കൂൾ എങ്ങനെയായിരുന്നു? എയ്ഡഡ് സ്കൂൾ വരുന്നതിന് മുൻപ് അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിരുന്നില്ലേ? കൊടുത്തിരുന്നു. എങ്ങനെയാണ് കൊടുത്തിരുന്നത്? കുട്ടികളുടെ ഫീസ് വാങ്ങിച്ചിട്ട് ആ ഫീസ് എടുത്തിട്ടാണ് എന്ത് ചെയ്തത്? ശമ്പളം കൊടുത്തിരുന്നത്. സ്കൂളിൻ്റെ ഭൂമി ആരാ കൊടുത്തത്? ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് കൊടുത്തത്. അപ്പോൾ ക്രൈസ്തവരുടെ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗത്തിൻ്റെ ഭൂമി ഉപയോഗിച്ചിട്ട് ആ ഭൂമിയിൽ സ്കൂള് പണിതിട്ട് ആ സ്കൂളിൽ ഫീസ് വാങ്ങുന്നു, ശമ്പളം കൊടുക്കുന്നു. അപ്പോൾ ഫീസ് കൊടുക്കാൻ കുട്ടികൾക്ക് കഴിവില്ലാണ്ടായി. അപ്പോഴാണ് ഗവൺമെൻറ്റിനാണെങ്കിലോ സ്കൂൾ തുടങ്ങാനുള്ള തുട്ട് കയ്യിലില്ലേ. കാരണം ഇവിടെയുള്ള ആളുകൾ നികുതി കൊടുത്തിട്ട് വേണ്ടേ. അപ്പം അങ്ങനെ കള്ളന്മാരുള്ള ആളുകളുള്ളടത്ത് നികുതി വെട്ടിക്കും. രാമക്ഷേത്രത്തിനെ വരെ കൊള്ളയടിക്കാനും
അമ്പലങ്ങളെ വരെ കൊള്ളയടിക്കാനും തയ്യാറുള്ളൊരു ജനസമൂഹം നികുതി കൊടുക്കുമോ? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കാശില്ലേ? ആരുടെ ഉത്തരവാദിത്തം? ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്തമല്ല ഈ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. സർക്കാരിൻ്റെ ഉത്തരവാദിത്തം സർക്കാർ നിർവഹിക്കാതെ സർക്കാർ തോന്നിയതിനൊക്കെ ചിലവാക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനികൾ ഈ ജനങ്ങൾ നശിക്കണ്ട എന്ന് തോന്നിയിട്ടാണ് ഞങ്ങളുടെ സമ്പത്ത് എടുത്തിട്ട് അവിടെ സ്കൂൾ കെട്ടിടം പണിത് ഫീസ് വാങ്ങിക്കും. തുച്ഛമായ ഫീസാണ്, അതുകൊണ്ട് ശമ്പളം കൊടുക്കാനില്ലേ. അപ്പോൾ അധ്യാപകരും മാനേജ്മെൻറ്റായിട്ടാണ് വഴക്കുണ്ടാക്കണേ. പിള്ളേരുടെ ഫീസ് കൂട്ടിയാൽ പിന്നെ പഠിക്കാൻ അവിടെ ആളുണ്ടാവില്ലേ? അങ്ങനെ ഒരു സമയത്ത് തമിഴ്നാട്ടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പിള്ളേരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക. സ്ഥലം ഞങ്ങളുടെ ഫീസ് വാങ്ങാനുള്ള അധികാരം, ഞങ്ങളുടെ സ്കൂൾ നടത്താനുള്ള കണ്ടൻറ്റ് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് ആ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലും മുഴുവൻ, തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഇഷ്ടംപോലെ സ്കൂളുകളിൽ സർക്കാർ ശമ്പളം കൊടുത്തിരുന്നു. ഒറ്റ കണ്ടീഷനിൽ ഫീസ് വാങ്ങാൻ പാടില്ല എന്ന്. പ്രിയമുള്ളവരെ, സ്വാശ്രയ സ്കൂളുകളായിരുന്നു. ആ സ്വാശ്രയ സ്കൂളുകളിൽ ഗവൺമെൻറ്, EMSൻ്റെ ഗവൺമെൻറ് പറഞ്ഞു ശമ്പളം തരാം, കുട്ടികളുടെ നിന്ന് ഫീസ് വാങ്ങാൻ പാടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ലെങ്കിലേ ഈ കേരളത്തിൽ ഒറ്റ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഫീസും വാങ്ങണില്ല. ഒരു കാര്യം മാത്രം പറയല്ലേ പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഞങ്ങൾക്ക് ഈ എയ്ഡഡ് സ്കൂള് മാറ്റി അതൊക്കെ CBSE സ്വാശ്രയ സ്കൂളാക്കുന്നതാണ് ലാഭം. ഞങ്ങൾ വിശ്വാസികളുമായ അച്ഛന്മാരാണ് ഇതിനെതിരെ നിൽക്കണേ. കാരണം എന്താ? എയ്ഡഡ് സ്കൂൾ നടത്തുക എന്ന് പറഞ്ഞാൽ വൻ നഷ്ടമാണ്. പ്രിയമുള്ളവരെ, സ്വാശ്രയ സ്കൂൾ നടത്തുന്നത് വൻ ലാഭമാണ്. അപ്പോൾ ഭവാൻസും മറ്റവരൊക്കെ സ്വാശ്രയ സ്കൂൾ നടത്തുന്നത് അവർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടണ കാരനാ. എന്നിട്ട് ഞങ്ങളെ കച്ചവടക്കാരാണെന്ന് വിളിക്കുക. അവരെ സാമൂഹ്യ സേവാഭാരതി, ഭാരതത്തെ മുഴുവൻ സേവിക്കുന്നു. നല്ല ലാഭമാണ്. അപ്പോൾ ഈ എയ്ഡഡ് സ്കൂളൊക്കെ നിർത്തിയിട്ട് സ്വാശ്രയ സ്കൂളാണെങ്കിൽ നല്ല ലാഭം കൊയ്യാവുന്നതിന് പകരം എന്തുകൊണ്ട് ഒരു വലിയൊരു ശതമാനം വൈദികരും ബിഷപ്പ്മാരും അൽമായരും ഇത് നിർത്തരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ശമ്പളം കിട്ടാനല്ല. നിർത്തരുതെന്ന് പറയുന്ന കാരണം എയ്ഡഡ് സ്കൂൾ നശിച്ചു പോയാൽ ക്രൈസ്തവരായാലും, ക്രൈസ്തവരിൽ പാവപ്പെട്ടവർ ഇഷ്ടം പോലെ പേരില്ലേ, ക്രൈസ്തവരായാലും അക്രൈസ്തവരായാലും കേരള ജനതയ്ക്ക് ചിലവ് കുറഞ്ഞ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എയ്ഡഡ് സ്കൂള്. അതുകൊണ്ട് ദയവ് ചെയ്ത് എയ്ഡഡ് സ്കൂളും എയ്ഡഡ് കോളേജും നിർത്തല്ലേ, അത് നഷ്ടത്തിലാണെങ്കിലും. പ്രിയമുള്ളവരെ, സെൻറ്റ് തോമസ് കോളേജിൽ പെയിൻ്റ് അടിക്കുക, ഒരു വർഷം പെയിൻ്റ് അടിക്കുക 1 കോടി വരും. സർക്കാർ കൊടുക്കും. മെയിൻ്റനൻസ് ഗ്രാൻഡ് 1.5 അണീന്, അത് 5 കൊല്ലം കഴിയുമ്പോഴാണ് കൊടുക്കുക. അതാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത്. കാലാനുസൃതമായി കോളേജുകളിൽ, എയ്ഡഡ് കോളേജുകളിലും സ്കൂളുകളിലും അതിൻ്റെ കെട്ടിടവും മറ്റ് എക്യുപ്മെൻറ്റ്സും പരിഷ്കരിക്കാനുള്ള സഹായധനം സർക്കാർ കൊടുക്കണം. കാരണം ഇത് വൻ നഷ്ടമാണ്. ഇത് ഈ സിസ്റ്റർമാരെ നടത്തിക്കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അവർക്ക് കിട്ടുന്ന പ്രൊവിഡൻറ്റ് ഫണ്ട്, അവർക്ക് കിട്ടുന്ന എല്ലാ വരുമാനം അവരിതിലേക്ക് പമ്പ് ചെയ്യാണ്. ആർക്ക് വേണ്ടിയിട്ട്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, സ്വാഭാവികമായിട്ടും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആൾക്കാർക്ക് കുറച്ച് സാമ്പത്തികമായ ഉന്നമനം വരും. എങ്ങനെയാണ് ഒരു രാഷ്ട്രം തന്നെ വലുതാവുക? ഇന്ത്യക്ക് ആവശ്യമുള്ളത് ഇന്ത്യക്കാരുണ്ടാക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് കാശുണ്ടാവുകയല്ല ചെയ്യുക. ലോകത്തിലുള്ള രാജ്യക്കാർക്ക് ഇന്ത്യക്കാരുണ്ടാക്കുമ്പോൾ നമ്മുടെ വസ്തുക്കൾ അങ്ങോട്ട് പോവും, അവരുടെ പണം ഇങ്ങോട്ട് വരും. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സമൂഹം മാത്രമേ വളരുള്ളൂ. ജപ്പാൻ എന്തുകൊണ്ടാണ് വികസിച്ചത്? ജപ്പാൻകാർക്കുള്ളത് ജപ്പാനിലുണ്ടാക്കിയത് കൊണ്ടല്ല. ഇന്ത്യക്കാർക്ക് ഫ്യൂജി ക്യാമറ വേണം, ഫിഫ വേൾഡ് കപ്പിന് അവരുടെ സാധനം വേണം, കൊറിയക്കാരുടെ കാറ് വേണം ഇന്ത്യക്കാർക്ക്. എന്നാൽ ഇന്ത്യക്കാരുടെ സാധനം നാട്ടിലാർക്കും വേണ്ടതാനും. ട്രംപിന് വേണം, കേട്ട ഉണ്ട വേണം ട്രംപിന്. ക്ലിയറായേ? അപ്പോൾ എയ്ഡഡ് കോളേജ് എന്ന് പറയുന്നത് സഭയ്ക്ക് നഷ്ടവും ഗവൺമെൻറ്റിന് ലാഭവുമാണ്.
കാരണം അവിടുത്തെ മെയിൻ്റനൻസിന് ഗവൺമെൻറ്റിനൊന്നും ചെയ്യണ്ട, കുട്ടികളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ഗവൺമെൻറ്റിനൊന്നും ചെയ്യണ്ട, പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് വേണം ഗവൺമെൻറ്റിനൊന്നും ചെയ്യണ്ട. അപ്പോൾ ഒരു കുട്ടിയെ എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അതിന് തുല്യമായ ഗവൺമെൻറ് സ്കൂളോ കോളേജോ ഉണ്ടാക്കുന്നതിൻ്റെ 50% കോസ്റ്റ് ഈ സമൂഹം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയാതെ ഞങ്ങളെ കച്ചവടക്കാരെന്ന് വിളിക്കുന്ന അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ബുദ്ധി, നിങ്ങളുടെയൊക്കെ ബുദ്ധി ഇല്ലാണ്ട് പോയിട്ട് മോദി ഉണ്ട വിൽക്കണു എന്ന് പറയുന്ന നുണയൊക്കെ പറഞ്ഞിട്ട് ജയ് ഭാരത് എന്നൊക്കെ പറയാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇവിടുത്തെ സ്കൂളിനെയും ഇവിടുത്തെ ഭാഷയെയും ഇവിടുത്തെ സംസ്കാരത്തെയും വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഈ ക്രൈസ്തവ സമൂഹത്തെ കച്ചവടക്കാരാണെന്നാണ് TG കണ്ടെത്തിയിട്ടുള്ളത്. എൻ്റെ പൊന്ന് TG, ഇവിടെയുള്ള ക്രൈസ്തവരിലെ കച്ചവടക്കാരായിട്ടുള്ള കുറേ അൽമായ വിശ്വാസികൾ ബിഷപ്പ്മാർ ഉപദേശിക്കുന്നത് എന്താണെന്നറിയോ? ഈ കോളേജൊക്കെ നിർത്തേണ്ട പിതാവേ, എന്നിട്ട് സ്വാശ്രയ കോളേജ് തുടങ്ങുക. ഈ എയ്ഡഡ് കോളേജ് തുടങ്ങിയിട്ട് പള്ളിയുടെ കാശ് പെയിൻ്റ് അടിക്കാനും മറ്റേതിനൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ പള്ളിയിൽ സ്കൂള് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 10 കോടി രൂപയാണ് പള്ളിയുടെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അവിടെ പഠിക്കുന്ന ക്രിസ്ത്യാനികളല്ല. തൊട്ടപ്പുറത്ത് തോപ്പ് സ്കൂള് പണിയാനായിട്ട് 28 ലക്ഷമാണ് ചിലവഴിച്ചത്. അപ്പോൾ പ്രിയമുള്ളവർ, ഇതൊക്കെ പള്ളിയുടെ ഭണ്ഡാരത്തിൽ നിന്ന് എടുത്ത് ചെയ്യണതാണ്. ഈ സെൻറ്റ് തോമസ് കോളേജിന് എവിടെ നിന്നാണ് വരുമാനം? അപ്പോൾ ഉടൻ തന്നെ പറയും അപ്പോയിൻമെൻറ്റിന് വലിയ കാശ് വാങ്ങുന്നുണ്ട്. ഉണ്ട്, കള്ള് കച്ചവടക്കാർ നടത്തുന്ന കോളേജുണ്ട്. എവിടെ? കേരളത്തിൽ. അവിടെ ജോലി കിട്ടണമെങ്കിൽ 1 കോടി രൂപ കൊടുക്കണം. ചായ എടുത്ത് കൊടുത്തിരുന്നവർ നടത്തുന്ന കോളേജുണ്ട്, അവിടെ അപ്പോയിൻമെൻറ്റിന് 1 കോടി കൊടുക്കണം. സെൻറ്റ് തോമസ് കോളേജിൽ ഞാൻ 35 കൊല്ലം ജോലി ചെയ്ത ആളാണ്. അവിടുത്തെ ഒരൊറ്റ അധ്യാപകരുടെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ വാങ്ങാണ്ടാണ് അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടുള്ളത്. കൊല്ലം ഫാറ്റിമ കോളേജിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അവിടെയൊക്കെ പൈസ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസയില്ലേ? അപ്പോൾ പ്രിയമുള്ള, അതൊക്കെ ഞങ്ങളുടെ കാരണവന്മാർ ദാനം ചെയ്തും ഇതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും കേരളത്തിലെ കഴിഞ്ഞ 200 കൊല്ലമായി 1845 മുതൽ ചാവറയച്ചനെ മാത്രം എടുത്താൽ ഈ 2025 വരെ 180 കൊല്ലക്കാലം അക്ഷരം നൽകുകയും വിദ്യ നൽകുകയും അവർണനിൻ സവർണനിൻ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുകയും ചെയ്ത ഞങ്ങളെ തള്ളിക്കളയല്ലേ. ഞങ്ങൾക്കൊന്നും തരണ്ട, പക്ഷെ ഇത്തരത്തിലുള്ള അസഭ്യങ്ങളും തെറ്റിദ്ധാരണകളും പരത്തല്ലേ. വിമോചന സമരം നടത്തിയത് ഈ സ്കൂള് അപ്പോയിൻമെൻറ്റ് കൊണ്ടുവന്നത് കൊണ്ടല്ല എന്നറിയണം. ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് രൂപം കൊണ്ടുപോകുമോ അന്ന് മുതലേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു എതിരാളിയേ ഉള്ളൂ, അത് കത്തോലിക്ക സഭയാണ്. 1950 കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ സമര സ്കൂളിൻ്റെ പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട്, പ്രൊസീഡിങ്സ്. ആ പുസ്തകത്തിൽ അവരെഴുതിയിരിക്കുകയാണ് 5 ചാപ്റ്റർ, 5 ദിവസത്തെ ക്ലാസ് കമ്മ്യൂണിസം എങ്ങനെ രാജ്യത്തെ നശിപ്പിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നക്സലുകളെ ഉണ്ടാക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ്. ഒരേ നുണ കാഴ്ചയാണ് ഇരുന്നിട്ട് തിമോത്തി ഇനീഷ്യേറ്റീവ്, ഇതാ അമേരിക്കയിൽ നിന്ന് കാശ് നക്സലൈറ്റുകൾക്ക് കൊടുക്കുന്നു. ക്രിസ്ത്യാനികൾ പറയുന്നു ക്രിസ്ത്യാനിയാകൂ, അല്ലെങ്കിൽ നക്സലൈറ്റുകൾ ടിഷ്യം ടിഷ്യം ടിഷ്യം. അതിനുള്ള ഉണ്ട കൊടുക്കുന്നതും മോദിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ട്രംപിന് ഉണ്ട കൊടുക്കുകയാണല്ലോ അദ്ദേഹം ട്രംപിൻ്റെ ആയുധത്തിൽ ഉണ്ടയില്ലേ. അപ്പം നമ്മളാണ് ഉണ്ട കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആരാ മോൻ മോദി? ഉണ്ട വിൽക്കുന്ന ആളല്ലേ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ താഴേക്കടയിലുള്ളവന് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്ന് ഇന്ത്യയിൽ പോയി സന്ദർശിച്ച ഒരാൾ പറഞ്ഞു എന്ന് അരിസ്റ്റോട്ടിൽ തൻ്റെ പൊളിറ്റിക്സ് എന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പൗരന്മാരിലെ ചില വിഭാഗങ്ങൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ, മറ്റു വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല എന്ന് 2350 വർഷം മുൻപ് അരിസ്റ്റോട്ടിൽ എഴുതി വെച്ചിട്ട് അരിസ്റ്റോട്ടിൽ പറയാണ് നമുക്കങ്ങനെ പാടില്ല, എല്ലാ സിറ്റിസൺസിനും വിദ്യാഭ്യാസം കിട്ടണം,
കാരണം മാറി 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 അവരെല്ലാവരും രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരാനുള്ളവരാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത്. അതിനു മുമ്പ് ഇവിടെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. മിഷണറിമാർ വന്നിട്ടാണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്നൊക്കെ തള്ളി നടക്കല്ലേ. 2350 കൊല്ലം മുൻപ് എഴുതുകയും പബ്ലിഷ് ചെയ്യുകയും അനേകായിരം കോപ്പികൾ അനേകം ഇതിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്ത പുസ്തകത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടെന്ന്. ആ പ്രതിസന്ധിയാണ് അംബേദ്കർ ചൂണ്ടിക്കാണിച്ചത്. അംബേദ്കറെ കോളേജിൽ ചേർക്കാതെയും അയിത്തക്കാരനായും കണക്കാക്കിയത്. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ, സായിപ്പിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോഴാണ് ഒരു മനുഷ്യനായി എന്നെ കണക്കാക്കിയതെന്ന്. അതുകൊണ്ട് ടി ജിയോട് ഒന്നേ പറയാനുള്ളൂ, മനുഷ്യനാകൂ. നന്ദി, നമസ്കാരം.